വിശിഷ്ട അതിഥികളെ, പലയിടങ്ങളിൽ നിന്നായി, പല തുറകളിൽ നിന്നായി മതം, രാഷ്ട്രീയം, സാമൂഹ്യം, സാംസ്കാരികം എല്ലാ രംഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികൾക്കും, പ്രത്യേകിച്ച് ഓടി വന്ന കാർത്തികേയൻ സാർ, സുധീരൻ സാർ, വിജയകുമാർ, ബിനോയ് വിശ്വം, ഡെപ്യൂട്ടി സ്പീക്കർ ശങ്കർ സാർ, ഇടതുവശത്തുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത മാർ അഫ്നേഷ്യസ്, ഗുരുരത്നം സ്വാമി, ധർമ്മരാജ് റസാലം തിരുമേനി, ദക്ഷിണ കേരള മഹാനഗര CSI, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പ് ജോർജ് ഈപ്പൻ തിരുമേനി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ MLA ഞാൻ അവിടെ താമസിക്കുന്നത് നേരത്തെ ഇദ്ദേഹമായിരുന്നു, വിജയകുമാർ സാറായിരുന്നു. അതുപോലെ തന്നെ തെയോഫിലസ് തിരുമേനി ഫ്രം മലബാർ ഡയസിസ് ഓഫ് ദി ഓർത്തഡോക്സ് ചർച്ച്. പിന്നെ ഇവിടെ സദസ്സിൽ ഒരുപാട് പേരെ ഇരിപ്പുണ്ട്. ഞാൻ എല്ലാവരെയും വന്നിട്ട് നമ്മുടെ പാളയം പള്ളിയിലെ പുതിയ ഇമാമാണ് സയ്യിദ് മൗലവി സയ്യിദ് സുഹൈബ്. എല്ലാവരും ഇവിടെ എത്തിയതിനുള്ള സന്തോഷം. ഇവിടെ ഒരുപാട് പേര് ഓരോരുത്തരുടെ അത് പറഞ്ഞു പോയാൽ വിട്ടുപോകുമോ എന്ന ഭയമുണ്ട്. നമ്മുടെ ജേക്കബ് കുന്നോ സാറുണ്ട്, നാരായണൻകോൾ സാറുണ്ട്, സാദൻ പി സാറുണ്ട്, ഡോക്ടർ KP പൗലോസ്, പിന്നെ പത്ര സുധാകരനുണ്ട്. പല പുറകളിൽ നിന്നായി സ്നേഹിതർ എല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ വളരെ ഹൃദയപൂർവ്വം നേരുന്നു. ഇത് ഒരു വളരെ തീർത്തും അനൗപചാരികമായ ഒരു സത്സംഗമാണ്, ഒരു കൂട്ടായ്മയാണ്, ഒരു കൂടിവരവാണ്, ഒത്തുകൂടലാണ്. അതുകൊണ്ട് ഇതിന് ഒരു ഔപചാരികതയുമില്ല. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇനിയും പല സ്നേഹിതരും അവരവരുടെ സമയം അനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ ഹൃദയപൂർവമായ പുതുവത്സരാശംസകൾ നേരുന്നു, ക്രിസ്മസ് ആശംസകൾ നേരുന്നു. പുതിയ വർഷം പുതിയ അനുഗ്രഹങ്ങൾ നിറയട്ടെ, പുതിയ നന്മകൾ സമൂഹത്തിനും നമ്മുടെ നാടിനും ഒക്കെ ഉണ്ടാവുവാൻ നമുക്ക് കൂട്ടായി വിവിധ രംഗങ്ങളിൽ സാംസ്കാരികവും സാമൂഹികവും സാമുദായികവും മതപരവും രാഷ്ട്രീയവുമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും സഹായിക്കും എന്നുള്ളതിന് സംശയമൊന്നും. ഒന്നിച്ച് കൂടി കാണാനും മുഖത്തോട് മുഖം നോക്കി ഒരല്പസമയം ഇരിക്കാനും ഒരിടവും ഒരവസരവും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിച്ചത്. വളരെ സന്തോഷത്തോടുകൂടെ സെന്റ് തോമസ് ഫെലോഷിപ്പിൻ്റെ പേരിലുള്ള എല്ലാ വളരെ ഹൃദയപൂർവമായ സ്വാഗതവും നേർന്നുകൊണ്ട് വ്യക്തികളുടെ സഹോദരി സഹോദരന്മാരെ, ഞാൻ വാക്കുകളിലേക്ക് കിടക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നല്ലൊരു മാത്രം കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമ്മളാണല്ലേ മറ്റേ
അടൂരായിരുന്നില്ല.